ഹായ് ഗായ്സ്, എൻ്റെ പേര് അനീക. എൻ്റെ പേര് ദേവപ്രിയ. ഞങ്ങൾ ഇന്ന് ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് കുക്കിംഗ് എന്ന് വെച്ചാൽ പാൽക്കപ്പ. അപ്പം പാൽക്കപ്പ എന്താണെന്ന് നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും. അപ്പം വെക്കേഷനൊക്കെ അല്ലേ, വീട്ടിൽ ബോറടിച്ചിരിക്കുക, സൈക്കിൾ ഓട്ടാൻ പോവുക, കറങ്ങുക മാത്രമുള്ളല്ലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം നമുക്ക് ആദ്യം തന്നെ കപ്പ വേണം. നിങ്ങളുടെ ആവശ്യത്തിനത്ര എടുക്കണം. പിന്നെ എണ്ണ, ചുവന്നുള്ളി, മുളക്, ഉപ്പ്, കറിവേപ്പില, കടുക്, തേങ്ങാപ്പാൽ 1 പാലും വേണം, 2 പാലും വേണം. അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. കുക്കർ എടുത്തിട്ട് വേണ്ടത്ര വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനത്ര ഉള്ള കപ്പ ഇടാം. ഞങ്ങളിവിടെ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടിക്കുന്നിടം വരെയാണ് വെക്കുന്നത്. 1 വിസിൽ അത്യാവശ്യം വേകാനായിട്ടും 2 വിസിൽ നല്ലോണക്ക് വേകാനായിട്ടുമാണ്. അപ്പം നമുക്ക് അടച്ച് വെയിറ്റ് ചെയ്യാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷർ പോകുന്ന സമയത്ത് നമുക്ക് ചെറിയുള്ളിയും മുളക്, വേണ്ടത്ര മുളകും മിക്സിക്കകത്തിട്ട് അരയ്ക്കാം. കുക്കറിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത്ര ഉപ്പിട്ടിട്ട് ഊറ്റിയെടുക്കണം. എന്നിട്ട് ഒരു ചട്ടിയിലോട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ എടുത്തിടണം. എന്നിട്ട് നമുക്ക് 1 പാല് ഈ വേവിച്ച് വെച്ചേക്കുന്ന കപ്പയിലോട്ട് ചേർക്കണം. കപ്പയൊന്ന് 1 പാലിൽ കിടന്ന് നല്ല ഉണക്ക് തിളയ്ക്കുമ്പോൾ നമുക്ക് 2 പാലും ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നല്ല ഉണക്ക് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് ചെറിയുള്ളിയും മുളകും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ഉണക്കൊന്ന് മിക്സ് ചെയ്യുക. കപ്പ അവിടെ കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇതിലോട്ടിനി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടണം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും. ഇനി സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമ്മുടെ കടുക് പൊട്ടിച്ചത് കപ്പയിലോട്ടിടാം. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ റെഡിയായി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പാൽക്കപ്പ റെസിപ്പി. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.